മകളെ, 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ യുവജനങ്ങളും വിദ്യാർത്ഥികളും മാതാപിതാക്കന്മാരും ഇതാ ജെറൂസലേം പ്രയർ ലൈനിൽ കടന്നു വന്നിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശുദ്ധ ബലിയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. യുവാക്കന്മാരെക്കുറിച്ച് സഭയ്ക്ക് വലിയ സങ്കടങ്ങളും ആവലാതികളുമുണ്ട്. ഇതാ ദൈവമായ കർത്താവിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നമ്മുടെ ജീവിതത്തിന് മനോഹാരിതയും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ അടങ്ങിയിരിക്കുന്നത് ധീരതയിലാണ്. മരണഭയം, രോഗഭയം, ജീവിത ഭയം, കടക്കണികളുള്ള ഭയം, ഇങ്ങനെ മനുഷ്യനെ ആകെ അസ്വസ്ഥതയുടെ കൂടാരത്തിൽ തളച്ചിട്ടിരിക്കുകയാണ് തിന്മയുടെ ശക്തികൾ. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇന്ന് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. സുഭാഷിത പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം, നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. എത്ര മരുന്ന് കഴിച്ചിട്ടും കിടന്നുറങ്ങാത്ത ആളുകളോട് ദൈവമായ കർത്താവ് പറയുന്നു, നിർഭയനായിരിക്കുക, നിനക്ക് സുഖനിദ്ര നൽകി ഞാൻ അനുഗ്രഹിക്കും. ഓർക്കണേ, ദൈവത്തിൽ നിന്നും മാതാപിതാക്കന്മാരിൽ നിന്നും ഗുരുഭൂതരിൽ നിന്നും നമുക്ക് ഒഴുകി എത്തുന്ന സുഹൃതമാണ് ധൈര്യം, ധീരത. ഇവയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ധൈര്യം ചോർന്നു പോകുകയും നമ്മൾ ധിക്കാരികളായി മാറുകയും ചെയ്യും. എനിക്കെല്ലാം കഴിയും, ആരുടെയും സഹായം വേണ്ട എന്നുള്ള ഈ അഹങ്കാര ചിന്ത മാറ്റിയാൽ നമ്മൾ നിർഭയത്വത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ദൈവത്തിൽ നിന്നല്ലേ എല്ലാം നമുക്ക് ലഭിച്ചത്. ആ ദൈവമല്ലേ നമ്മെ വളർത്തുന്നത്. ആ ദൈവത്തെ എന്തിനാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്? എല്ലാറ്റിനും അടിസ്ഥാനം ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നീ വിശ്വസിക്കണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. വിശ്വസിക്കുക, ഏറ്റുപറയുക, ദൈവം അനുവദിക്കുന്ന വഴിയിലൂടെ ജീവിക്കുകയും സമ്പാദിക്കുകയും ചെയ്യുക. മറക്കരുതേ, വലിയ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുന്നവർ ചെറിയ പരിമിതികളെക്കുറിച്ച് ചിന്തിച്ച് എന്തിനാ സമയം കളയുന്നത്? കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ വിജയ ലക്ഷ്യം നേടിക്കൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണുന്നില്ലേ? ഇതാ വചനം പറയുന്നു, നിനക്കൊന്ന് സുഖമായി കിടന്നുറങ്ങുവാൻ നിർഭയനായിരിക്കുക. മാത്രവുമല്ല, ദൈവത്തിൻ്റെ മനസ്സിനെ കണ്ട് അവിടത്തോട് വിധേയപ്പെടുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, രാത്രി ഉറക്കമില്ലാത്തവർ, ആകുലത കൊണ്ടും ഉത്കണ്ഠ കൊണ്ടും ഒക്കെ വേദനിക്കുന്നവർ ധാരാളമുണ്ട്. കർത്താവേ, യുവജനങ്ങളുണ്ട്, ദമ്പതികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. അവിടെ ആകുലതകളെല്ലാം എടുത്തു മാറ്റുവാൻ ദൈവത്തിൻ്റെ കൃപ ഒഴിച്ചു കൊടുക്കണമേ. ഇതാ യേശു നിന്നെ തൊടുവാൻ ആണിപ്പാടുള്ള കരങ്ങൾ നീട്ടിയതാ വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.